ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ 12ാമത്തെ യൂണിറ്റാണ്. 12ാമത്തെ യൂണിറ്റിൻ്റെയും ആൾജിബ്ര അല്ലെ ബീജഗണിതം പാർട്ട് 1-ൽ 126, 127 എക്സസൈസ് പ്രോബ്ലംസും അതിൻ്റെ ഉത്തരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ പോർഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്പർ ക്യൂരിയോസിറ്റീസ് എന്നുള്ള ഈ പാർട്ടും ഇതിലുള്ള എക്സസൈസ് പ്രോബ്ലംസ് ആണ് ഈ രണ്ടാം ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ബോട്ടം റോ ഓഫ് എ 5-story നമ്പർ ടവർ. 5-story നമ്പർ ടവറിൽ 5 നിലയുള്ള സംഖ്യാഗോപുരം, 5 നിലയുള്ള ഒരു സംഖ്യാഗോപുരം 5-story നമ്പർ ടവർ ഉണ്ട്. ലൈക്ക് ദി 3-story ആൻഡ് 4-story ടവർ വി ഹാവ് ഡിസ്കസ്ഡ്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലത്തുള്ള 3-story 3 നില 4 നില അല്ലെ 4-story ടവേഴ്സിൻ്റെ ഗോപുരങ്ങൾ പോലെ അതുപോലെയുള്ള ഒരു 5-story 5 നിലയുള്ള ഒരു ഗോപുരം, ഒരു ടവറാണ് ഇവിടെ തന്നത്. ഈ ഷോൺ ബിലോ താഴെ തന്നിട്ടുള്ളത്. ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിഫോർ ആക്ച്വലി റൈറ്റിംഗ് ഡൗൺ ദി ഒതർ നമ്പേഴ്സ്. ഇതിലുള്ള ബാക്കിയുള്ള നമ്പേഴ്സ് എഴുതുന്നതിന് മുന്നായിട്ട് ബിഫോറായിട്ട് സി ഇഫ് യു ക്യാൻ ഗസ് ഹൗ മെനി ടൈംസ് 10 ഈസ് ദി ടോപ്പ് മോസ്റ്റ് നമ്പർ. ഇപ്പോൾ ടോപ്പ് മോസ്റ്റ് നമ്പർ 10ൻ്റെ എത്ര ടൈംസ് ആണ്, ഹൗ മെനി ടൈംസ് ആണ് നമ്മളോട് ഗസ് ചെയ്യാനാണ്, ഊഹിക്കാനാണ് പറഞ്ഞതിൽ. ഏറ്റവും മുകളിലെ സംഖ്യ നടുവിലെ 10ൻ്റെ എത്ര മടങ്ങായിരിക്കും, എത്ര ടൈംസ് ആണ്, എത്ര ഇരട്ടിയാണെന്ന് നമ്മളോട് ഗസ് ചെയ്യാൻ, ഊഹിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത്. ചെക്ക് വെദർ യുവർ ഗസ് ഈസ് കറക്റ്റ് ബൈ ഫില്ലിംഗ് ഇൻ ദി ഒതർ നമ്പർ. നിങ്ങളുടെ ഗസ് കറക്റ്റ് ആണോ, ഊഹം ശരിയാണോ എന്ന് ബാക്കിയുള്ള നമ്പർ എഴുതിയിട്ട് ഫില്ല് ചെയ്തിട്ട് പരിശോധിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെൻറ്ററിലെ 10ൻ്റെ ടോപ്പ് മോസ്റ്റ് നമ്പർ എത്രയാണ്, ഇവിടെയുള്ള നമ്പറാണല്ലേ. ടോപ്പിൽ ഏറ്റവും മുകളിലുള്ള നമ്പർ ഈ 10ൻ്റെ എത്ര ടൈംസ് ആയിരിക്കും, എത്ര ഇരട്ടി ആയിരിക്കും നമ്മൾ ഗസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം 3-story 4-story ഒക്കെ ടവറാണ് പഠിച്ചതില്ലേ, ഗോപുരങ്ങൾ പഠിച്ചത് 3 നിലയും 4 നിലയാണ്. ഒക്കെ 3 നില ഗോപുരങ്ങളാണല്ലേ. 3 നിലകളാണ് താഴെയുള്ളതില്ലേ, 3-story പിരമിഡ്സ് ആണ്. ഇതിലൊക്കെ നടുവിലുള്ള സംഖ്യയുടെ 4 ഇരട്ടിയാണ് മുകളിലുള്ള നമ്പറിലെ. 6, 4, 24 അല്ലേ. 20ൻ്റെ 4 ഇരട്ടി 80 അല്ലേ. ഇവിടെയൊക്കെ താഴെയുള്ള ഈ നടുവിലുള്ള ഈ സംഖ്യയുടെ 4 ഇരട്ടിയിലെ 4 ടൈംസ് ആണ് മുകളിലുള്ള നമ്പർ അല്ലേ. അതല്ലേ നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. നമ്മൾ പഠിച്ചത് അനുസരിച്ചിട്ട് നമുക്ക് 3 നില ഗോപുരം 3-story ടവറിൻ്റെത് എന്താണ്, നടുവിലുള്ള സംഖ്യയുടെ 4 ഇരട്ടിയിലെ 4 ടൈംസ് ആയിരിക്കും മുകളിലുള്ള നമ്പർ. അപ്പം 10ൻ്റെ 4 ഇരട്ടി എന്ന് പറയുമ്പോൾ 4 × 10 എന്ന് വരില്ലേ. 4 × 10 എന്താണ്, 40. നെക്സ്റ്റ് ഇവിടെ നമുക്ക് വീണ്ടും ഒരു 3-story പിരമിഡ് ഉണ്ടല്ലേ, 3 നില ഗോപുരം അല്ലേ. അപ്പോൾ ഇവിടെയുള്ള സെൻറ്ററിലുള്ളത് നമ്മൾ 40 എന്ന് കണ്ടുപിടിച്ചു അല്ലേ, 10 × 4 അല്ലേ. അപ്പോൾ ഇവിടെ വീണ്ടും ഈ നടുവിലുള്ള സംഖ്യയുടെ 4 ഇരട്ടി ആയിരിക്കില്ലേ ഇവിടെയുള്ള ടോപ്പ് മോസ്റ്റ് മുകളിലുള്ള നമ്പർ. അതായത് ഇവിടെ 4 × 10 അല്ലേ, 10ൻ്റെ 4 ഇരട്ടി അല്ലേ, വീണ്ടും 4 ഇരട്ടി ആയിരിക്കും. അതായത് 10 × 4 ഒരു 4 കൂടിയും ഇൻറ്റു ചെയ്യുന്നത് അല്ലേ. അതായത് 4 × 4 × 10 അല്ലേ. ഇവിടെ ഇന്ന് 4 × 10 അല്ലേ, ഒരു 4 കൂടി ഒരു 4 ടൈംസ് കൂടിയാണ് ഏറ്റവും മുകളിലുള്ള ഉണ്ടാവുക അല്ലേ. അപ്പോൾ 4 × 4 × 10 ആയിരിക്കും. 4 × 4 എത്രയാണ്, 16 അല്ലേ, 16. 16 × 10 അല്ലേ. അപ്പോൾ 10ൻ്റെ 16 മടങ്ങായിരിക്കും അല്ലേ. 16 ഇൻറ്റു അടിയിലുള്ള നടുവിലുള്ള സംഖ്യയുടെ 16 ടൈംസ് എടുക്കുന്നതായിരിക്കും മുകളിലുള്ള നമ്പർ അല്ലേ. ഒരു 3-story പിരമിഡിലെ 3 നില ഗോപുരമാണെങ്കിൽ നടുവിലുള്ള സംഖ്യയുടെ 4 ഇരട്ടിയായിരിക്കും ഇവിടെയുള്ള മുകളിലുള്ളത്. പക്ഷേ ഇവിടെ 5-story പിരമിഡാണ്, അപ്പോൾ ഒരു നിര കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു തട്ടുകൂടിയും കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീണ്ടും 4 ടൈംസ് എടുക്കണം അല്ലേ. ഇവിടെ ഒരു 3-story വേറെ എക്സ്ട്രാ അല്ലേ, 2 3-story പിരമിഡ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിൻ്റെയും ഇരട്ടിയായിരിക്കും ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ 4 ടൈംസ് എഗെയിൻ ഒരു 4 ടൈംസ് ഉണ്ട്. അപ്പോൾ 4ഉം 4ഉം 16 അല്ലേ, 4 × 4 16. അപ്പോൾ ഈ നടുവിലുള്ള സംഖ്യയുടെ 16 ടൈംസ് ആയിരിക്കും ഏറ്റവും മുകളിലുള്ളത്. ഗസ് കറക്റ്റ് ആണോ എന്ന് നമ്പേഴ്സ് ഫില്ല് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ 10, ഇവിടെ 40 ആണോ കിട്ടുന്നത്. നെക്സ്റ്റ് ഇവിടെ 16 × 10 എത്രയാണ്, 160 ആണോ കിട്ടുന്നത്. ഇതിൻ്റെ 4 ടൈംസും ഇതിൻ്റെ 16 ടൈംസും ആണോ മുകളിലുള്ള നമ്പേഴ്സ് കിട്ടുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 5-story ടവറിൽ ഏത് ടവറാണെങ്കിൽ നമ്മൾ നമ്പേഴ്സ് ഫില്ല് ചെയ്യൽ എങ്ങനെ, ആദ്യത്തെ 2 നമ്പേഴ്സ് കൂട്ടി കിട്ടുന്നതായിരിക്കും ഈ സെൻറ്ററിലുള്ളത് അല്ലേ. ഈ 2 ഇതിൻ്റെ നടുവിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇത് 2ൻ്റെ നടുവിലാണ് ഈ കള്ളി വരുന്നത്. അതായത് ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം അല്ലെ. ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ബോക്സിൽ എഴുതണം. അപ്പോൾ 6 + 8 എത്രയാണ്, 14 ഇവിടെ എഴുതുക. 8 + 10 18, 10 + 12 22, 12 + 14 26 ഈ കോളത്തിൽ. നെക്സ്റ്റ് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ സെൻറ്ററിൽ അല്ലേ. ഈ 2 ബോക്സിൻ്റെ നടുവിലായിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള 14 + 18 എത്ര വരും, 32 ആഡ് ചെയ്യുക, കൂട്ടി നോക്കിയിട്ട് എഴുതുക. നെക്സ്റ്റ് 18 + 22 എന്ത് വരും, 40 എന്ന് വരും. നെക്സ്റ്റ് 20 + 26 48, 32 + 40 72, 40 + 48 88, 88ഉം 72 ആഡ് ചെയ്തിട്ട് മുകളിൽ എഴുതുക അല്ലേ. 72 + 88 എത്രയാണ്, 160 അല്ലേ. അപ്പോൾ 160 എന്നുള്ളത് എന്താണ്, 16 × 10 ആണല്ലേ. 10 × 16 നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഈസി മെത്തേഡ് എന്താണ് അല്ലേ, നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യല്ലേ. 1 × 16 16 എത്ര 0 ഉണ്ടോ, ഹൗ മെനി സീറോസ് അല്ലേ, 1 0 ഉള്ള ഒരു 0 ഉള്ള, അപ്പോൾ ഒരു 0 ഇടുക. അപ്പോൾ 10 × 16. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ എന്താണ്, ഇതിൻ്റെ 16 ടൈംസ് അല്ലേ. 16 കൊണ്ട് നടുവിലുള്ള നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി 160 അല്ലേ. അപ്പോൾ മുകളിലുള്ള നമ്പർ നമുക്ക് നേരത്തെ കിട്ടിയ 160 കിട്ടി, ഇവിടെയുള്ള സെൻറ്ററിൽ 40 കിട്ടി. നമ്മളെ ഗസ് ശരിയാണ്. നെക്സ്റ്റ് ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര.
അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആൾജിബ്ര അതായത് എക്സിൻ്റെ ടേംസിൽ എഴുതണം. ഇവിടെ നമ്പേഴ്സ് അല്ലേ എഴുതിയത് ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ബീജഗണിത രൂപത്തിൽ എഴുതാൻ പറഞ്ഞാൽ ഇതൊക്കെ ഈ നമ്പേഴ്സിനൊക്കെ നമ്മൾ എക്സിൻ്റെ ടേംസിലാക്കിയിട്ട് ഇതേപോലെ ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്യാനാണ്. ഇഫ് വി സ്റ്റാർട്ട് വിത്ത് എനി 5 നമ്പേഴ്സ് ഏത് സംഖ്യ എടുത്താലും ഈക്വലി അപ്പാർട്ടായിട്ടില്ലേ ഒരു ഈക്വൽ ഡിസ്റ്റൻസിലെ അകലം തുല്യമായിട്ടുള്ള ഏത് സംഖ്യ എടുത്താലും ഇവിടെ 6 കഴിഞ്ഞാൽ 8 ആണല്ലേ 8 10 ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്താണ് 2 2 അല്ലേ 10ൻ്റെയും 12ൻ്റെ ഇടയിൽ 2 കഴിഞ്ഞിട്ട് 2 കൂട്ടിയിട്ട് 14 അപ്പോൾ ഒരു ഈക്വലി അപ്പാർട്ടായിട്ടുള്ള അങ്ങനത്തെ ഏത് 5 നില ഗോപുരം അല്ലേ ഈക്വലി അപ്പാർട്ടായിട്ടുള്ള ഏത് നമ്പറില്ലേ ഏത് നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്താലും ആൻഡ് മേക്ക് എ 5 സ്റ്റോറി ടവർ ലൈക്ക് ദിസ് ഇതുപോലുള്ള ഒരു 5 സ്റ്റോറി ടവറിൽ 5 നില ഗോപുരം ഉണ്ടാക്കിയാൽ ദെൻ ദി ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് എ ഫിക്സഡ് മൾട്ടിപ്പിൾ ഓഫ് ദി മിഡിൽ നമ്പർ. ടോപ്പ് മോസ്റ്റ് നമ്പർ എന്താണ് മിഡിൽ നമ്പറിൻ്റെ ഒരു ഫിക്സഡ് മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യണം. ആൾജിബ്ര വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അതായത് നമ്മുടെ മിഡിൽ നമ്പറിൻ്റെ ഒരു ഫിക്സഡ് മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ 16 ടൈംസ് ആയിരിക്കും അല്ലേ ഒരു ഫിക്സഡ് മൾട്ടിപ്പിൾ അല്ലേ ആണെന്ന് ടോപ്പ് മോസ്റ്റ് നമ്പർ ആയിരിക്കും എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ആൾജിബ്ര വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതായത് ഒരേ അകലം ഇടവിട്ടിട്ടുള്ള ഏത് 5 സംഖ്യകളിൽ നിന്ന് തുടങ്ങിയാലും 5 നില ഗോപുരങ്ങളിൽ എല്ലാം അവസാന സംഖ്യ ആദ്യ വരിയിലെ സംഖ്യകളിൽ നടുവിലെ സംഖ്യയുടെ ഒരേ മടങ്ങായിരിക്കും എന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. ബീജഗണിത ആൾജിബ്ര യൂസ് ചെയ്തത് എക്സിൻ്റെ ടേംസിലേക്ക് ഈ നമ്പേഴ്സ് മാറ്റിയിട്ട് ഇതേപോലെ അല്ലേ 10ൻ്റെ നടുവിലുള്ള സംഖ്യയുടെ എത്ര ടൈംസ് ആയിരിക്കും 60 ടൈംസ് ആയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആയിരിക്കും മുകളിലുള്ള നമ്പർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം തെളിയിക്കാണ് വേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ആൾജിബ്രിക് ഫോമിൽ ഈ നമ്പേഴ്സിനെ മാറ്റണം അതായത് എക്സിൻ്റെയും വൈൻ്റെയും ടേംസിലാക്കി എഴുതണം. അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ നെക്സ്റ്റ് നമ്പറാണ് x+1 x+2 അല്ലേ നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ 1 2 3 4 ആണെങ്കിൽ 1x ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ x+1 ആണ് നെക്സ്റ്റ് നമ്പർ x+2 ആണ് നെക്സ്റ്റ് x+3 അങ്ങനെയാണ് നമ്മൾ ആൾജിബ്രിക് ഫോമിൽ എഴുതല് അല്ലേ. ഇവിടെ ഒരേ നാച്ചുറൽ നമ്പേഴ്സ് ആണോ അല്ല അല്ലേ രണ്ടീച്ച അല്ലേ ഒരേ അകലം ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കണം എന്നുള്ളൂ അല്ലേ രണ്ടീച്ച ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ 3 ഈച്ച അല്ലേ 4 ആയിരിക്കും ഇവിടുത്തെ ഡിഫറൻസ് അല്ലേ ഒരു കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ള ഒരു 5 ഒരു ഗോപുരമാണല്ലേ. ബട്ട് ഇവിടെ എന്താണ് ഇവിടുത്തെ ഡിഫറൻസേ സെയിം ഉള്ളൂ അല്ലേ ഇവിടെ രണ്ടീച്ച ആഡ് ചെയ്തിട്ടാണ് ഈ ഗോപുരം ഉള്ളത് അല്ലേ. ചിലപ്പോൾ ചിലതിനെന്തായിരിക്കും അല്ലേ ഇവിടെയുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം എന്നുള്ളൂ കണ്ടീഷൻ അല്ലേ. അങ്ങനെയുള്ളൊരു ഗോപുരത്തിൻ്റെ ആൾജിബ്രിക് ഫോം നമുക്കിങ്ങനെ എഴുതാം അല്ലേ. അതായത് ഫസ്റ്റത്തെ നമ്പർ നമ്മൾ എക്സ് ആക്കി എടുത്താൽ 8ന് പകരം എന്തായിരിക്കും നെക്സ്റ്റ് x+y അല്ലേ ഒരു y ഡിസ്റ്റൻസുള്ള അടുത്ത നമ്പർ അല്ലേ. നെക്സ്റ്റ് അതേ സെയിം ഡിസ്റ്റൻസിലുള്ള അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ x+2y അല്ലേ. അപ്പോൾ നമ്മുടെ ആൾജിബ്രിക് ഫോമിൽ ബീജഗണിത രൂപത്തിൽ നമ്മളെ നമ്പർ ഏതാണ് എക്സ് ആണല്ലേ. ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ ഒരു y ഡിസ്റ്റൻസിലുള്ള ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ഇവിടെ തുല്യ അകലങ്ങളാണുള്ളത് അല്ലേ. തുല്യ അകലത്തിലുള്ള വേറൊരു y ഡിസ്റ്റൻസിലുള്ള നെക്സ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എക്സിനോട് ഒരു y ആഡ് ചെയ്തില്ലേ x+y വീണ്ടും ഒരു y ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ x+y-നോട് ഒരു y ഡിസ്റ്റൻസ് കൂടി അതായത് x+y + y x+2y നെക്സ്റ്റ് x+2y-നോട് ഒരു y ഡിസ്റ്റൻസ് കൂടിയില്ല നെക്സ്റ്റ് നമ്പർ ആണ് x+2y + y ഒരു y കൂടി ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ x+3y നെക്സ്റ്റ് ഒരു y കൂടി ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ x+3y + y അതായത് 3y-നോട് ഒരു y കൂടി ആഡ് ചെയ്താൽ 4y. അപ്പോൾ നമുക്ക് എന്താണ് ആൾജിബ്രിക് ഫോമിലുള്ള നമ്മുടെ 5 നില ഗോപുരം 5 സ്റ്റോറി ടവറിൻ്റെതാണെങ്കിൽ ഇങ്ങനെ 5 സംഖ്യകളിലെ ആറാമത് ഉണ്ടെങ്കിൽ എന്താണ് x+5y വരും 6y വരും 7y അങ്ങനെ ഒരു y ഡിസ്റ്റൻസിലില്ലേ ഈക്വലി അപ്പാർട്ടായിട്ടുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ 5 നമ്പേഴ്സ് ഈക്വലി അപ്പാർട്ടായിട്ടാണ് ഈക്വലായിട്ട് അപ്പാർട്ട് ചെയ്തിട്ടില്ലേ തുല്യമായിട്ടാണ് ഇവിടെ ഉള്ളതില്ലേ. അതായത് ഡിസ്റ്റൻസ് സെയിം ആണ് അതായത് ഫസ്റ്റ് എക്സ് ആണെങ്കിൽ ഒരു y ഡിസ്റ്റൻസിൽ നെക്സ്റ്റ് നമ്പർ x+y വീണ്ടും ഒരു y ഡിസ്റ്റൻസ് ഉണ്ട് അതായത് x+2y x+3y x+4y. അപ്പോൾ ഈ നമ്മുടെ ആൾജിബ്രിക് ഫോമിൽ എഴുതാനുള്ള നമ്പേഴ്സിൻ്റെ 5 നില ഗോപുരത്തിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക. ഓക്കെ നെക്സ്റ്റ് ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്തതായിരിക്കും ഇവിടെ കിട്ടുന്നത് ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്തതായിരിക്കും നടുവിൽ ഇവിടെ അല്ലേ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഓരോന്നും ആഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇവിടെയുള്ള 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. ഓക്കെ അപ്പോൾ അതിനെന്താണ് x + x+y ആഡ് ചെയ്യണം. നമ്മൾ സാധാ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെ തന്നെ ആഡ് ചെയ്യാം അല്ലേ. x + x+y അല്ലേ എത്ര എക്സും എക്സും എത്രയാണ് അല്ലേ 1 1 2 അല്ലേ 2x അല്ലേ x + x 2x + y അല്ലേ ഒരു y അല്ലേ ഉള്ളൂ അല്ലേ വൈൻ്റെ ടേം ഒരുമിച്ച് ചെയ്തുക എക്സിൻ്റെ ടേംസ് ഒരുമിച്ച് ചെയ്തുക അല്ലേ x + x എന്താണ് 2x അല്ലേ ഇവിടെ 1 1 ആണെങ്കിൽ 1 1 2 അല്ലേ അതിൻ്റെ കൂടെ ഒരു x ഉണ്ട് അപ്പോൾ 2x അപ്പോൾ 2x + y എന്ന് ഇവിടെ കിട്ടി. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം x+y ആണെങ്കിൽ ഇവിടെ 2x ഉണ്ട് അല്ലേ 2x + y അങ്ങനെ എഴുതുന്നവർക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. നെക്സ്റ്റ് നമ്മുടെ നമ്പേഴ്സ് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. ഓക്കെ അപ്പോൾ x+y + x+2y x+y + x+2y ആഡ് ചെയ്താൽ എക്സും എക്സും ആഡ് ചെയ്താൽ x + x 2x പ്ലസ് ഒരു വൈയും 2 വൈയും അല്ലേ ഒരു വൈ 1 + 2 3 അല്ലേ ഒരു വൈയും 2 വൈയും 3 വൈ അല്ലേ 3y അപ്പോൾ 2x + 3y എന്ന് നമുക്ക് ഇവിടെ കിട്ടി. നെക്സ്റ്റ് ഇവിടെയുള്ള x+2y x+3y ആഡ് ചെയ്താൽ എത്ര വരും അല്ലേ എക്സും എക്സും 2x അല്ലേ 2x പ്ലസ് എത്ര വൈ ഉണ്ട് 2 വൈയും 3 വൈ 3 2 5 അല്ലേ 5y 5y അപ്പോൾ 2x + 5y ഇവിടെ കിട്ടി. ഇനി ഇവിടെ 2 ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക അല്ലേ അത് 2 ആഡ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ x+3y x+4y ആഡ് ചെയ്യുക അല്ലേ എക്സും എക്സും 2x പ്ലസ് 3 + 4 എത്രയാണ് 4 5 6 7 7y അല്ലേ 3y + 4y 7y. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം 2x + 7y എന്ന് എഴുതാം. ഇവിടെ എന്താണ് 2x + y പ്ലസ് 2x + 3y അല്ലേ 2x + 3y അല്ലേ 2xും 2x എത്രയാണ് 4x പ്ലസ് 3yയും ഒരു വൈയും അല്ലേ അതായത് 4y അല്ലേ 4y അപ്പോൾ 4x + 4y എന്ന് എഴുതുക. നെക്സ്റ്റ് 2x + 3y പ്ലസ് 2x + 5y അല്ലേ ഇവിടെ രണ്ടുള്ളത് ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക അല്ലേ 2xും 2xും 4x
5ഉം 5ഉം 3ഉം 8 അല്ലേ, 8y അല്ലേ, 8y. അപ്പോൾ അടുത്തത് 4x പ്ലസ് 8y എന്ന് ഇവിടെ എഴുതുക. ഇവിടെ എന്താണ് 2x പ്ലസ് 5yയും 2x പ്ലസ് 7y എക്സുകൾ തമ്മിൽ കൂട്ടുക അല്ലേ. എക്സ് ഇവിടെ 2xും 2xും 4x 5 മേഗ് എത്രയാണ് 12 അല്ലേ. അപ്പോൾ 4x പ്ലസ് 12y എന്ന് വരും. നെക്സ്റ്റ് ഇവിടെയുള്ള രണ്ടും ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം അല്ലേ. ഇവിടെ എന്താണ് 4x പ്ലസ് 4yയും 4x പ്ലസ് 8yയും. 4xും 4x എത്രയാണ് 8x. ഈ വൈൻ്റെ ടേംസ് തമ്മിൽ ആഡ് ചെയ്യാം അല്ലേ. 4yയും 8y എന്താണ് 12y അല്ലേ. അതേപോലെ നെക്സ്റ്റ് ഇവിടെ 4x പ്ലസ് 8yയും 4x പ്ലസ് 12yയും അല്ലേ. അപ്പോൾ 4xും 8x അല്ലേ. എക്സിൻ്റെ ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക. ഇനി വൈയുള്ള ടേംസ് ഏതൊക്കെയാണ് 8yയും 12yയും അല്ലേ. 8ഉം 12 എത്രയാണ് 20y അല്ലേ, 20y എന്ന് എഴുതുക. ഇവിടെയുള്ള രണ്ടും ആഡ് ചെയ്യുക അല്ലേ. 8x പ്ലസ് 12yയും 8x പ്ലസ് 20y എക്സിൻ്റെ ടേംസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് എക്സ് എന്ന് എഴുതുക. എത്ര y ഉണ്ട് അത് ആഡ് ചെയ്തിട്ട് y എന്ന് എഴുതുക അല്ലേ. എത്ര x ഉണ്ട് 8xും 8xും 8 8 എത്രയാണ് 16 എക്സ് അല്ലേ, 16x. 20ഉം 12 എത്രയാണ് 32 അല്ലേ. 3 1 2 3 2 0 32 അല്ലേ, 32y അല്ലേ. അപ്പോൾ 32y 16x 32y എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഇവിടെയുള്ള എക്സിൻ്റെ ടേംസ് ഒക്കെ ആഡ് ചെയ്തിട്ട് എക്സ് അല്ലേ, എത്ര എക്സ് ആണ് എഴുതുക, പ്ലസ് എത്ര y ഉണ്ട് ആഡ് ചെയ്തിട്ട് ആ y എത്ര y ഉണ്ട് എഴുതുക. സിമ്പിളാണ് ആഡ് ചെയ്യാൻ. അറിയാത്തവർ ഇങ്ങനെ എഴുതി താഴോട്ട് കൂട്ടി നോക്കുക, നമ്പേഴ്സ് കൂട്ടുന്നത് പോലെ ആഡ് ചെയ്ത് നോക്കുക. നമ്മുടെ ടോപ്പ് മോസ്റ്റ് നമ്പർ എത്രയാണ് നമുക്ക് കിട്ടിയത് 16x പ്ലസ് 32y എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ രണ്ടിൽ 16 കോമൺ അല്ലേ. 32 എന്ന് പറയുന്നത് 16 × 2 അല്ലേ. 16 2 തവണ എടുക്കുന്നതാണ് 32. അപ്പോൾ ഇതിന് രണ്ട് കോമൺ ആയിട്ടുള്ളത് നമ്മൾ പുറത്തെടുക്കുക, ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കുക, വെളിയിലേക്ക് എടുക്കുക അല്ലേ. അതായത് 16 പുറത്തെടുത്താൽ എന്ത് ചെയ്താൽ നമുക്ക് 16 പോയാൽ ബാക്കി അവിടെ ഒരു എക്സ് ഉണ്ട്, പ്ലസ് ഇവിടെ ഇല്ല. രണ്ട് സ്ഥലത്തും നമ്മൾ 16 പുറത്തേക്ക് എടുക്കുക അല്ലേ, ബ്രാക്കറ്റിൻ്റെ പുറത്തെടുക്കുക അല്ലേ. കോമൺ ആയിട്ടുള്ളതാണ് ഇവിടെ ഉണ്ട് 16 അല്ലേ. 16 × 2 ആണ് 32 അല്ലേ. 16ഉം 16ഉം ആണ് 32. അതായത് 16 × 2 ആണ് 32. അപ്പോൾ ഇവിടുന്ന് ഒരു 16 പുറത്തേക്ക് എടുത്താൽ ഇവിടെ എക്സ് ആണ് ബാക്കിയുള്ളത്, പ്ലസ് ഇവിടുന്ന് ഒരു 16 പോയാൽ എന്താണ് 16 × 2y ആണ് 32 അല്ലേ. അപ്പോൾ 16 പുറത്തെടുത്താൽ ഇവിടെ ഒരു 2y ഉണ്ടാകും ബാക്കിയല്ലേ, 2y. ഈ 16 പുറത്തെടുത്തു, എന്നിട്ട് ബാക്കിയുള്ളത് എക്സ് പ്ലസ് 2y അല്ലേ. 2y അല്ലേ ഇവിടെ ഉള്ളത്. ഒരു 16 ഇവിടുന്ന് പുറത്തെടുത്താൽ ഇവിടെ 16 × 2 ആണ് ഇവിടെ ഉള്ളത്. 16 × 2 അല്ലേ 32. അപ്പോൾ ഇവിടുന്ന് ഒരു 16 പോയാൽ ഇവിടെ 2y അല്ലേ. എക്സ് പ്ലസ് 2y എന്നുള്ളത് നമ്മുടെ മിഡിൽ നമ്പർ അല്ലേ. അതായത് 16 × എക്സ് പ്ലസ് 2y എന്ന് പറഞ്ഞാൽ 16 × മിഡിൽ നമ്പർ ഓഫ് ബോട്ടം റോ അല്ലേ. അടിയിലുള്ള ബോട്ടം റോയിലുള്ള മിഡിൽ നമ്പർ അല്ലേ. മിഡിൽ നമ്പറിൻ്റെ 16 അല്ലേ 16 മടങ്ങായിരിക്കും എന്ത് നമ്മുടെ മുകളിലുള്ള ടോപ്പ് മോസ്റ്റ് ഉള്ള നമ്പർ അല്ലേ. നമ്മൾ തെളിയിച്ചില്ല, ഇത് പ്രൂവ് ചെയ്യാൻ നമ്മുടെ ആൾജിബ്രിക് ഫോമിൽ ബീജഗണിതത്തിൽ തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ 16 × എക്സ് പ്ലസ് 2y നമുക്ക് എന്ത് എഴുതാം, മിഡിൽ നമ്പർ എന്ന് എഴുതാം അല്ലേ. 16 മിഡിൽ നമ്പർ. അപ്പോൾ 16 × മിഡിൽ നമ്പർ ഓഫ് ബോട്ടം റോ അല്ലേ. അതല്ലേ എന്ത് നമ്മുടെ ടോപ്പ് മോസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പ് മോസ്റ്റ് നമ്പർ ഈക്വൽ ടു 16 × മിഡിൽ നമ്പർ ഓഫ് ദി ബോട്ടം റോ. നമ്മൾ തെളിയിച്ചില്ല, ഇതിൻ്റെ 16 മടങ്ങായിരിക്കും ബോട്ടം ഏറ്റവും മുകളിലുള്ളത്. ഇവിടെ ഉള്ളത് എന്തായിരിക്കും, അതിൻ്റെ 4 മടങ്ങ്, വീണ്ടും ഒരു 4 മടങ്ങായിരിക്കും. അത് 4 × 4 16 മടങ്ങായിരിക്കും ഏറ്റവും മുകളിലുള്ളത്. നമ്മൾ ആൾജിബ്രിക് ഫോമിൽ ബീജഗണിത രൂപത്തിലും തെളിയിച്ചു. ഇതിൽ നിന്ന് തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഈസ് ദർ എനി മെത്തേഡ് ടു ഡിറ്റർമൈൻ ദിസ് വിത്തൗട്ട് റൈറ്റിംഗ് ആൾ ദി നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് എല്ലാം എഴുതാതെ, വിത്തൗട്ട് റൈറ്റിംഗ് എഴുതാതെ തന്നെ ഈ മെത്തേഡ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഡിറ്റർമൈൻ ചെയ്യാൻ വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ അല്ലേ. നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് ഇത് രണ്ട് ആഡ് ചെയ്ത് ഇവിടെ രണ്ട് ആഡ് ചെയ്ത് അങ്ങനെ ആഡ് ചെയ്ത് കിട്ടാൻ വേറെ ഏത് മെത്തേഡുള്ളത്. അതല്ല നമ്മൾ കണ്ടുപിടിച്ചത് 16 × മിഡിൽ നമ്പർ ഓഫ് ബോട്ടം അല്ലേ. ഈ മിഡിൽ നമ്പറിൻ്റെ 16 ടൈംസ് അല്ലേ 16 മടങ്ങ് എടുത്താൽ മതി, നമുക്ക് ടോപ്പ് മോസ്റ്റ് നമ്പർ കിട്ടും അല്ലേ. അതാണ് ഒരു മെത്തേഡ്. ഇത്രയും എഴുതി കണ്ടുപിടിക്കാതെ തന്നെ ഇതിൻ്റെ 16 × 10 എടുത്താൽ എത്രയാണ് 16 × 10 അല്ലേ. അപ്പോൾ 160 എന്ന് നമുക്ക് ടോപ്പ് മോസ്റ്റ് നമ്പർ കിട്ടി അല്ലേ. അപ്പോൾ ടോപ്പ് മോസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണ്, 16 × മിഡിൽ നമ്പർ ഓഫ് ബോട്ടം റോ അല്ലേ. ബോട്ടം റോൻ്റെ മിഡിൽ നമ്പർ അല്ലേ, ബോട്ടം റോയിലുള്ള മിഡിൽ നമ്പർ നടുവിലെ നമ്പറിൻ്റെ 16 മടങ്ങ് 16 ഇൻറ്റു ചെയ്താൽ മതി. ഇത്ര എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത്ര എഴുതാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് എഴുതണം. ഈ ഒരു മെത്തേഡ് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള മെത്തേഡ് നമ്മൾ എഴുതുക. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വി ക്യാൻ മേക്ക് നമ്പർ ടവേഴ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് എനി സെറ്റ് ഓഫ് നമ്പർ നോട്ട് നെസസറിലി ഈക്വലി അപ്പാർട്ട്. ഫോർ എക്സാമ്പിൾ ലുക്ക് അറ്റ് ദിസ് ടവർ. മേക്ക് നമ്പർ ടവേഴ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് എനി സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഏത് സെറ്റ് നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോട്ട് നെസസറിലി ഈക്വലി അപ്പാർട്ടില്ല. ഈക്വൽ ആയിട്ട് അപ്പാർട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല അല്ലേ. ഇവിടെ നെക്സ്റ്റ് മുന്നുള്ള ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരുന്നില്ല, 2 ഇഞ്ച് ഇടവിട്ടായിരുന്നു. അങ്ങനെ തന്നെ വേണമെന്നില്ല. ഏത് സംഖ്യ ഉപയോഗിച്ചിട്ട് നമ്മുടെ നമ്പർ ടവേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈക്വൽ ആയിട്ടുള്ള ഈക്വലി അപ്പാർട്ട് ആവണമെന്നില്ല അല്ലേ. 10 1 9 അല്ലേ. ഏത് സംഖ്യ വേണമെങ്കിലും താഴെ യൂസ് ചെയ്തിട്ട് പിന്നെ എന്താണ് അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക, അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇവിടെ ഏത് നമ്പർ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇതുപോലെ സംഖ്യാഗോപുരം ഉണ്ടാക്കാൻ ഏത് സംഖ്യയിൽ നിന്നും തുടങ്ങാം. ഒരേ അകലം ഇടവിട്ട് ആകണമെന്നില്ല അല്ലെ, ഒരേ അകലം ഡിസ്റ്റൻസ് ആവണമെന്നില്ല. ഏത് സംഖ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഉദാഹരണമായിട്ട് ഈ ടവർ നോക്കൂ. ഫിൽ ഇൻ ദി എംപ്റ്റി സെൽസ് ഓഫ് ദി ടവർ ബിലോ. അതുപോലെ നമുക്ക് എന്താണ് ഈ ടവറിൽ ഈ ഗോപുരം ഒന്ന് ഫിൽ ചെയ്ത് നോക്കാം. ഇതിലുള്ള എംപ്റ്റി സെൽസ് ഇവിടെ 10ഉം 2ഉമാണ്. ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഏത് സംഖ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. ഇവിടെ 10 1 ആയിരുന്നു. അപ്പോൾ ഇവിടെ അത് 2 കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ എഴുതിയത്. അതുപോലെ തന്നെ നമ്മളെ ഗോപുരം അല്ലേ, നമ്മുടെ ടവറിൻ്റെ പ്രത്യേകത എന്താ, ഇത് 2 കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യയാണ് ഇവിടെ ഉണ്ട്. 10 2 12 കിട്ടും. പിന്നെ ഇവിടെയുള്ള 2 സെൽ എന്താണ്, എംപ്റ്റി ആണല്ലേ, ഇവിടെ ഒന്നുമില്ല. ഇത് 2 കൂട്ടി കിട്ടുന്നതായിരിക്കണം ഇവിടെ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഇത് 2 കൂട്ടി കിട്ടുന്നതാണ് ഇവിടെയുള്ള നമ്പർ അല്ലേ. അപ്പോൾ ഇവിടെയുള്ള നമ്പർ നമുക്കറിയില്ല. അപ്പോൾ ഈ സംഖ്യയും ഏത് സംഖ്യയും കൂട്ടിയാൽ നമുക്ക് 10 കിട്ടും. 2നോട് 8 കൂട്ടിയാലല്ലേ നമുക്ക് 10 കിട്ടുക. അപ്പോൾ 8 ആയിരിക്കും ഇവിടെയുള്ള നമ്പർ. അല്ലെങ്കിൽ ഇവിടെയുള്ള സെല്ല് നമുക്കറിയില്ല അല്ലേ, ഇവിടെ അറിയില്ല. അതായത് 2 പ്ലസ് ഈ സംഖ്യ ആയിരിക്കും
ഹരിക്കണം 10 എന്ന് പറയുന്നത് അല്ലേ. ഇത് രണ്ടും കൂട്ടിയിട്ടാണ് ഇവിടെ എഴുതിയത്. അതേപോലെ ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള സംഖ്യയാണ് നമ്മൾ ഇവിടെ മുകളിൽ എഴുതേണ്ടത്. ആ മുകളിലുള്ള ആൻസറാണ് ഇവിടെ 10 തന്നത്. ഈ സംഖ്യ നമുക്ക് കിട്ടണം. അതായത് 2 പ്ലസ് ഡാഷിൽ അവിടെ ഉള്ളത് എം ടി സെല്ലിൽ ഈക്വൽ ടു 10 എന്നാണ് അല്ലേ. 2 പ്ലസ് ഇവിടെ ഉള്ള ഈ സംഖ്യ 2 പ്ലസ് ഡാഷ് ഈക്വൽ ടു 10 ഇത് രണ്ട് കൂട്ടുമ്പോഴാണ് 10 കിട്ടേണ്ടത്. അതായത് ഡാഷ് എന്നുള്ളത് ഇവിടെ വെക്കുക. 2നെ ഈക്വൽ പാർട്ടിൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ +2 എന്താകും -2 ആവും ഇല്ലേ. അതായത് നമുക്ക് ഈ ഡാഷാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഡാഷ് മാത്രം വെക്കുക. ബാക്കിയുള്ളതൊക്കെ ഈക്വൽ പാർട്ടിൻ്റെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും അല്ലേ. അപ്പോൾ +2 അങ്ങോട്ട് പോകുമ്പോൾ -2 എന്നാകും. 10 - 2 എന്താണ് 8 അല്ലേ. അപ്പോൾ ഈ ഡാഷ് പാർട്ട് എന്താണ് 8 ആണ് നമുക്ക് കിട്ടിയല്ലേ. 2ഉം 8ഉം ആണ് 10 അല്ലേ. നമുക്ക് വേറെ എക്സിൻ്റെ പ്രോബ്ലമൊക്കെ വരുമ്പോൾ ആവശ്യം വരും. അപ്പോൾ ഇതുപോലെയാണ് കണ്ടുപിടിക്കലല്ലേ. ഇവിടെ നമുക്ക് ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്കറിയാം എന്ത് 2ഉം 8ഉം കൂട്ടുമ്പോഴാണ് 10 കിട്ടുക. അപ്പോൾ ഇവിടെയുള്ള നമ്പർ 8. അപ്പോൾ നെക്സ്റ്റ് ഈ 8ഉം 10ഉം കൂട്ടി കിട്ടിയാൽ ഇവിടെ 18 കിട്ടും. നെക്സ്റ്റ് 12ഉം 10ഉം 22, 10ഉം 18ഉം 28, 22 28ഉം 50 അല്ലേ. 50 എന്ന് കിട്ടും മുകളിൽ. ഇവിടെയും ടോപ്പ് മോസ്റ്റ് 50 ആണ് കിട്ടിയത് അല്ലേ. ഇവിടെയും നമുക്ക് ടോപ്പ് മോസ്റ്റ് 50 കിട്ടി. പ്ലസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ എ ടവർ ലൈക്ക് ദിസ് ഇതുപോലുള്ളൊരു ടവറിൽ കീപ് ദി ടെൻസ് വേർ ദേ ആർ അല്ലേ. അവിടെ എവിടെയാണോ ആ 10 ഉള്ളത് അത് അവിടെ തന്നെ വെക്കുക. ആൻഡ് ചേഞ്ച് ദി സെക്കൻഡ് നമ്പർ ഓഫ് ദി ബോട്ടം റോ ടു സം നമ്പർ other than 1 or 2. ചേഞ്ച് ദി സെക്കൻഡ് നമ്പർ ഓഫ് ദി ബോട്ടം റോയിലെ രണ്ടാമത്തെ നമ്പർ ചേഞ്ച് ചെയ്തിട്ട് 1ഉം 2ഉം അല്ലാത്ത ഇവിടെ 2 എടുത്തു, നേരത്തെ 1 ആണുള്ളതില്ലേ. അപ്പോൾ ഈ 2 സംഖ്യ അല്ലാത്ത വേറൊരു നമ്പർ എടുത്ത് നോക്കാൻ. ആൻഡ് കമ്പ്യൂട്ട് ദി other നമ്പേഴ്സ് എന്നിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് കാൽക്കുലേറ്റ് കമ്പ്യൂട്ട് ചെയ്യുക. ഈസ് ദി ടോപ്പ് മോസ്റ്റ് നമ്പർ സ്റ്റിൽ 50. ടോപ്പിലുള്ള ടോപ്പ് മോസ്റ്റിലെ മുകളിലുള്ള നമ്പർ 50 തന്നെയാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യാനാണ്. ഇവിടെയുള്ള 10 ഒന്നും മാറ്റണ്ട, 10 മാറ്റാതെ 10കളൊന്നും മാറ്റണ്ട. ഈ 10 സ്പേസ് ഒക്കെ 10 തന്നെ വെക്കുക. എന്നിട്ട് ഈ നമ്പർ 2ന് പകരം അല്ലേ ഫസ്റ്റ് ഇവിടെ 2 അല്ലേ ഫസ്റ്റ് ഇവിടെ 1 എടുത്തു, ദെൻ 2 എടുത്തു. ഇനി വേറെ ഏതെങ്കിലും നമ്പർ ഇത് 2 അല്ലാത്ത വേറെ നമ്പർ എടുത്ത് നോക്കാൻ. ഇവിടെ 2 നമുക്ക് ടോപ്പിൽ 50 കിട്ടി. അപ്പോൾ ഇനി ഇതിനും എന്താണ് വേറെ നമ്പർ എടുത്ത് നോക്കിയിട്ട് അപ്പോഴും 50 തന്നെയാണോ കിട്ടുന്നത്. അതായത് 10 നമ്മൾ മാറ്റണ്ടല്ലേ. 10 സ്റ്റാർട്ട് ചെയ്യുന്ന 2 നമ്മൾ എടുത്തു. ഇനി വേറൊരു നമ്പർ ഇവിടെ മാറ്റി നോക്കുക. ഈ 10 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് 50 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മുടെ 10കളൊന്നും മാറ്റാതെ ഈ ഗോപുരത്തിലില്ലേ നമ്മുടെ ഈ ടവറിൽ 10കളൊന്നും മാറ്റാതെ രണ്ടാമത്തെ സംഖ്യ മാറ്റാനാണ് പറഞ്ഞത് അല്ലേ. 1 2 നമ്മൾ എടുത്ത് ചെയ്തപ്പോൾ നമുക്ക് ടോപ്പ് മോസ്റ്റ് 50 കിട്ടി. ഇനി വേറെ ഏത് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നമ്പർ 5 6 ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 6 എടുക്കാം അല്ലേ. 6 എടുത്താൽ നെക്സ്റ്റ് ഇവിടെ എന്തായിരിക്കും 10 + 6 16 ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ എന്തായിരിക്കും അല്ലേ 6 + എന്താണ് 10 ആണ് ഇവിടെ കിട്ടിയതല്ലേ. 6 + ഏത് നമ്പർ കൂട്ടുമ്പോഴാണ് നമുക്ക് 10 കിട്ടുക. 6 + 4 അല്ലേ 10. ഇവിടെ 10 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 ആയിരിക്കും അല്ലേ. 6ഉം 4ഉം 10 അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ഞാനിവിടെ 6 ആണ് എടുത്തത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും 4 ആയിരിക്കും അല്ലേ. ഈ 2 സംഖ്യകൾ കുട്ടികൾ ഇവിടെ ഉള്ളത് കിട്ടണം. ദെൻ 4ഉം 10ഉം 14 കിട്ടും. നെക്സ്റ്റ് 16ഉം 10ഉം എത്ര 26, 10ഉം 14ഉം 24 കിട്ടും. 26ഉം 24ഉം 50 അല്ലേ. 50 എന്ന് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ 4 കള്ളികളുള്ള ഗോപുരം അല്ലേ നമ്മുടെ ടവറിന് 10 സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഇവിടെ ഏത് നമ്പർ എടുത്താലും എന്താണ് മുകളിൽ 50 ആണ് കിട്ടുന്നത് അല്ലേ. ഏത് നമ്പർ എടുത്താലും നമുക്ക് 50 കിട്ടുന്നുണ്ട്. 3 നമ്മൾ ചെയ്ത് നോക്കിയില്ല. അപ്പോൾ ഒക്കെ 50 കിട്ടുന്നുണ്ട്. നമുക്ക് എന്ത് എഴുതാം ഹിയർ ആൾസോ ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് 50 അല്ലേ. ഇവിടെയും എന്താണ് ടോപ്പിലുള്ള നമ്പർ 50 ആണെന്ന് എഴുതാം. ഇതിലുള്ള നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി റീസൺ ഫോർ ദിസ് യൂസിങ് ആൾജിബ്ര. ഇനി നമ്മൾ ആൾജിബ്ര ബീജഗണിതം ഉപയോഗിച്ചിട്ട് ഈ റീസൺ വിശദീകരിക്കാനില്ല. ഇതിൻ്റെ കാരണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, വിശദീകരിക്കണം. നമ്മുടെ 10കളൊന്നും ചേഞ്ച് ചെയ്യേണ്ട. നമ്മൾ നേരത്തെ ചെയ്തപോലെ 1 2 നമ്മളെടുത്തു, 6 എടുത്ത് നോക്കി. അപ്പോൾ ഇവിടെയുള്ള ഈ സംഖ്യനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ആൾജിബ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ബീജഗണിത രൂപത്തിൽ നമ്മുടെ നമ്പേഴ്സിനെ എക്സിൻ്റെ വൈൻ്റെ ടേംസിൽ എഴുതലാണ് ചെയ്യാറ് അല്ലേ. അപ്പോൾ നമ്പേഴ്സിന് പകരം എക്സ് എടുക്കുക. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ 10ഉം എക്സും കൂട്ടി കിട്ടിയാൽ എന്ത് കിട്ടും 10 + x അല്ലേ. 10 + x എന്നിവിടെ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെയുള്ള നമ്പർ എന്തായിരിക്കും ഇവിടെ ഉള്ളത് തന്നില്ല. അപ്പോൾ ഇതും കൂട്ടുമ്പോൾ നമുക്ക് 10 കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ളത് എക്സും പ്ലസ് ഒരു നമ്പർ ഒരു ഡാഷ് നമ്പർ കൂടി കൂട്ടിയാൽ 10 കിട്ടണം. എക്സ് പ്ലസ് ഒരു നമ്പർ ഒരു ഡാഷ് നമ്പർ അല്ലേ ഈക്വൽ ടു 10. എക്സും ഇവിടെയുള്ള ഈ ഒരു നമ്പർ ഒരു ഡാഷ് നമ്പർ ഈ നമ്പർ നമുക്ക് കിട്ടണം. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഈ 10 കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഡാഷ് കാണാൻ ഈ ഡാഷ് ഇവിടെ തന്നെ വെക്കുക. ഈ എക്സിനെ ഈക്വൽ പാർട്ടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക അല്ലേ. ഈ ഡാഷാണ് നമുക്ക് കിട്ടേണ്ടത് ഇവിടെയുള്ള നമ്പർ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താണ് ഈക്വലിൻ്റെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും അല്ലേ. പ്ലസ് എക്സ് ഇങ്ങോട്ടില്ല ഈക്വൽ പാർട്ടിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് എക്സ് ആവില്ലേ. മൈനസ് ആണ് പോകുന്നതെങ്കിൽ പ്ലസ് എക്സ് ആവില്ലേ. ഇവിടെ പ്ലസ് എക്സ് ആണ്. അപ്പോൾ എന്താണ് ഈക്വൽ ടു 10 ഇവിടെയുള്ള 10 തന്നെ അല്ലേ. ഈ എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് എക്സ് ആവും അല്ലേ. 10 - x എന്ന് നമുക്ക് ഈ ഡാഷ് പാർട്ട് കിട്ടിയില്ലേ. ഈ ഭാഗം 10 - x എന്ന് കിട്ടി. അതായത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ എക്സ് പ്ലസ് 10 - x അല്ലേ. ഇവിടെയുള്ള എക്സും 10 - xും കൂട്ടുമ്പോൾ ആണ് 10 കിട്ടുക. അതായത് നമ്മുടെ എക്സും പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആവില്ല. ഇത് രണ്ടും ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ x + 10ഉം എക്സ് ഈ എക്സും പ്ലസ് 10 - x ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എക്സും ക്യാൻസൽ ആവും അല്ലേ. പ്ലസ് എക്സും മൈനസ് എക്സും എന്താണ് 0 ക്യാൻസൽ ആവില്ലേ. പ്ലസ് എക്സ് ആണ് മൈനസ് എക്സ് ആണ് ഓപ്പോസിറ്റ് സൈൻസ് ഒരുമിച്ച് വരുമ്പോൾ എന്താ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയാൽ 10 അല്ലേ. അപ്പോൾ 10 കിട്ടിയില്ലേ. അപ്പോൾ എന്താണ് 10 - xും പ്ലസ് എക്സും അല്ലേ. അപ്പോൾ എക്സും ക്യാൻസൽ ആയിട്ട് ഇവിടെ 10 കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ഡാഷ് പാർട്ട് കാണാൻ വേണ്ടിയിട്ട് x + ഡാഷ് ഈക്വൽ ടു 10 എന്ന് എഴുതുക. എന്നിട്ട് ഡാഷ് അവിടെ വെക്കുക. എന്നിട്ട് എന്താണ് ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ 10 - x എന്ന് ഡാഷ് പാർട്ട് കിട്ടി. ദെൻ നെക്സ്റ്റ് അല്ലേ 10 - xും 10ഉം ആഡ് ചെയ്യണം എന്നാലേ ഇവിടെയുള്ള നമ്പർ കിട്ടുകയുള്ളൂ. അപ്പോൾ 10 - x + 10 അല്ലേ. നമ്മുടെ എക്സിൻ്റെ വേരിയബിൾസ് എക്സിൻ്റെ താഴത്ത് എഴുതുക, നമ്പേഴ്സിൻ്റെ താഴെ നമ്പേഴ്സ് തന്നെ എഴുതണം. ഓക്കെ 10 - x + 10. അപ്പോൾ 10ഉം 10ഉം കൂട്ടിയാൽ എന്ത് ആഡ് ചെയ്യാണ് വേണ്ടത് 10ഉം 10ഉം 20 - x + 0 ഒന്നുമില്ല -x
അപ്പോൾ 20 മൈനസ് എക്സ് എന്ന് നമുക്ക് ഇവിടെ കിട്ടി. 20 മൈനസ് എക്സ് അല്ലേ, ഇവിടെ 10ഉം എക്സും 10 പ്ലസ് എക്സ് അല്ലേ, ഇവിടെ 10 പ്ലസ് എക്സും 10ഉം ആണ് അല്ലേ, ഇവിടെ 10 മൈനസ് എക്സും 10ഉം ആയിരുന്നു. ഒരു സൈൻ്റെ വ്യത്യാസമുള്ളൂ, 10 20 പ്ലസ് എക്സ് ആണല്ലേ, 20 പ്ലസ് എക്സ് എന്ന് ഇവിടെ കിട്ടി. നെക്സ്റ്റ് ഇവിടെയുള്ള 10ഉം 20 മൈനസ് എക്സും ആഡ് ചെയ്യുമ്പോൾ 10 പ്ലസ് 20 മൈനസ് എക്സ്, 10ഉം 20 ആഡ് ചെയ്താൽ എത്രയാണ് 30 മൈനസ് എക്സ് അല്ലേ, 0 പ്ലസ് മൈനസ് എക്സ് ആണല്ലേ, 0നോട് ഇവിടെ ഒന്നുമില്ല അല്ലേ, മൈനസ് എക്സ് മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. 30 മൈനസ് എക്സ് എന്ന് കിട്ടി. നെക്സ്റ്റ് ഇവിടെയുള്ള രണ്ട് നമ്പേഴ്സില്ലേ, 20 പ്ലസ് എക്സ് പ്ലസ് 30 മൈനസ് എക്സ്, അതായത് പ്ലസ് എക്സും മൈനസ് എക്സും എന്താണ് ക്യാൻസലായില്ലേ, പ്ലസ് എക്സ് മൈനസ് എക്സും ക്യാൻസലായി അല്ലേ, പ്ലസ് ഓപ്പോസിറ്റ് സൈൻസ് ഒരുമിച്ച് വരുമ്പോൾ അത് രണ്ട് ക്യാൻസലാവും. പ്ലസ് 20 പ്ലസ് 30 എത്രയാണ് 50. അപ്പോൾ നമുക്ക് മുകളിൽ 50 എന്ന് കിട്ടിയില്ലേ, ഏത് എക്സ് എടുത്താലും ഏത് നമ്പർ എടുത്താലും അല്ലേ, എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഏത് നമ്പറും ആവളെ, അപ്പോൾ ഏത് നമ്പർ എടുത്താലും നമുക്ക് എന്താണ് ടോപ്പ് മോസ്റ്റ് ഇല്ലേ, മുകളിലുള്ള നമ്പർ എന്താണ് 50 50 ആണെന്ന് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹെൻസ് ഇൻ എ 4 സ്ട്രേ പിരമിഡിലെ 4 സ്ട്രേ ഉള്ള 4 വരികളുള്ള പിരമിഡിൽ വിത്ത് ടെൻസ് ഇൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ഓഫ് ഫസ്റ്റ് റോ, ടെൻസ് ഇൻ ഫസ്റ്റും ലാസ്റ്റും അല്ലേ, ഫസ്റ്റ് റോ ആൻഡ് മിഡിൽ നമ്പർ ഓഫ് സെക്കൻഡ് റോ അല്ലേ, സെക്കൻഡ് റോൻ്റെ മിഡിൽ നമ്പറിൽ ആൻഡ് വാട്ട് എവർ ബി ദി നമ്പർ അറ്റ് സെക്കൻഡ് സെൽ ഓഫ് ഫസ്റ്റ് റോ, ഫസ്റ്റ് റോയിൽ സെക്കൻഡ് സെല്ലിൽ ഏത് നമ്പർ ആയിക്കോട്ടെ, വാട്ട് എവർ ബി ദി നമ്പർ, ടോപ്പ് മോസ്റ്റ് നമ്പർ വിൽ ബി ആൾവേസ് 50. ടോപ്പ് മോസ്റ്റ് നമ്പർ എന്തായിരിക്കും, വിൽ ബി ആൾവേസ് 50, എപ്പോഴും എന്താണ് 50 ആയിരിക്കും. ഒരു 4 നിരയുള്ള അല്ലേ, 4 നിര 4 സ്ട്രേ പിരമിഡ് 4 നിരയുള്ള ഒരു ഗോപുരത്തിൽ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും 10 അല്ലേ, അതേപോലെ സെക്കൻഡ് റോയിൽ രണ്ടാമത്തെ നിരയിൽ നടുവിലുള്ള നമ്പറും 10 അല്ലേ, ഇങ്ങനെ 3 നമ്പറും 10 ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എപ്പോഴും മുകളിലുള്ള ടോപ്പ് മോസ്റ്റ് നമ്പർ മുകളിലുള്ള നമ്പർ എപ്പോഴും 50 ആയിരിക്കും, 50 ആയിരിക്കും എന്ന് നമ്മൾ തെളിയിച്ചു അല്ലേ, ആൾവേസ് ബി 50, എപ്പോഴും 50 ആയിരിക്കും. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദി എംറ്റി സെൽസ് ഓഫ് ദിസ് ടവർ. ഈ ടവറിൻ്റെ എംറ്റി സെൽസ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്, സെക്കൻഡ് നമ്പർ വൈ തന്നിട്ടുണ്ട്, എക്സും വൈ. അപ്പോൾ തേർഡ് നമ്പർ എന്തായിരിക്കും അല്ലേ, ഈ രണ്ട് നമ്പർ കൂട്ടി കിട്ടിയതായിരിക്കും ഇവിടെ ഉള്ളത്. ഇത് രണ്ടും കൂട്ടിയാൽ എന്താണ്, എക്സും വൈ കൂട്ടിയാൽ എന്താണ്, എക്സ് പ്ലസ് വൈ അല്ലേ, എക്സ് പ്ലസ് വൈ ഇത് രണ്ടും കൂട്ടിയത്. അപ്പോൾ ഇതും കൂട്ടിയതായിരിക്കും ഇവിടെയുള്ള നമ്പർ. അപ്പോൾ ഇവിടെയുള്ള നമ്പറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പർ എന്തായിരിക്കും, അതായത് വൈ പ്ലസ് ഡാഷ് നമ്പർ ആയിരിക്കും എക്സ് അല്ലേ, ഇവിടെയുള്ള എക്സ് എന്നുള്ളത് എന്താണ്, വൈ പ്ലസ് ഇവിടെയുള്ള നമ്പറാണ് ഈ എക്സ് അല്ലേ, വൈ പ്ലസ് ഒരു ഡാഷ് നമ്പർ അല്ലേ, ഏതോ ഒരു നമ്പർ കൂട്ടിയാലാണ് ഈ എക്സ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഡാഷ് നമ്പർ ഇവിടെയുള്ള ഈ നമ്പറാണ് കിട്ടേണ്ടത്, ഡാഷ് കിട്ടണം. അപ്പോൾ ഡാഷ് അല്ലാത്ത ഈ നമ്പറിനൊക്കെ ഈക്വൽ പാർട്ടിൻ്റെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് വൈ എന്താവും, മൈനസ് വൈ ആവും അല്ലേ, പ്ലസ് ഈക്വൽ പാർട്ടിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും, ഇൻറ്റു ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ആവും അല്ലേ, ഡിവൈഡഡ് ബൈ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻറ്റു ആവും അല്ലേ, ഇവിടെ പ്ലസ് വൈ ആണുള്ളത്, അതുകൊണ്ട് തന്നെ എക്സ് ഇവിടെയുള്ള എക്സ് ഇവിടെ തന്നെ അല്ലേ, ഈ വൈനും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് വൈ ആയി അല്ലേ. നമുക്ക് വേണ്ട സാധനം മാത്രം ഇവിടെ വെക്കുക, വേണ്ടാത്തതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് നമുക്ക് ഇവിടെ കിട്ടി. നമുക്ക് ചെക്ക് ചെയ്യാമല്ലേ, വേണമെങ്കിൽ വൈയും എക്സ് മൈനസ് വൈയും കൂട്ടി കിട്ടുമ്പോൾ എക്സ് കിട്ടുന്നുണ്ടോ അല്ലേ, വൈ പ്ലസ് എക്സ് മൈനസ് വൈ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് അല്ലേ, എക്സ് മൈനസ് വൈ. അത് രണ്ട് കൂട്ടിയാൽ ഏത് കിട്ടും അല്ലേ, വൈയും മൈനസ് വൈ അല്ലേ, പ്ലസ് വൈയും മൈനസ് വൈയും എന്താണ് ക്യാൻസൽ ആവും അല്ലേ, രണ്ടും ഒരു ഈക്വൽ പാർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ്, ഒരു സൈഡിൽ തന്നെ ഉള്ളത് അല്ലേ, വേറെ മറ്റേ സൈഡിലല്ല ഉള്ളത്. അപ്പോൾ വൈയും പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ, നമുക്ക് എന്താണ് എക്സ് കിട്ടിയില്ലേ അല്ലേ, എക്സ് കിട്ടിയില്ലേ. നെക്സ്റ്റ് ഇവിടെ ഉള്ളത്, അതായത് എക്സിൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് ആഡ് ചെയ്യണം, എക്സ് മൈനസ് വൈ പ്ലസ് എക്സിൽ, എക്സിൻ്റെ താഴെയാണ് എക്സ് ചെയ്തേണ്ടത്, വൈൻ്റെ വേരിയബിൾസ് ആണ് വൈൻ്റെ താഴെ എഴുതേണ്ടത്. ഓക്കെ, എക്സ് മൈനസ് വൈ പ്ലസ് എക്സ്, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എക്സ് എന്താണ്, എക്സ് പ്ലസ് എക്സ് 2x 2x മൈനസ് വൈ അല്ലേ, വൈൻ്റെ സ്ഥാനത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ 2x മൈനസ് വൈ എന്ന് നമുക്ക് ഇവിടെ കിട്ടി. നെക്സ്റ്റ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് അല്ലേ, ഒരു എക്സ് കൂടി ആഡ് ചെയ്യുക, അതായത് എക്സ് പ്ലസ് എക്സ് എന്താണ് 2x, അതായത് 2x പ്ലസ് വൈ എന്ന് കിട്ടി. നെക്സ്റ്റ് ഈ എക്സ് പ്ലസ് 2x മൈനസ് വൈ അല്ലേ, ഈ എക്സും 2x മൈനസ് വൈയും ആഡ് ചെയ്താൽ എക്സിൻ്റെ താഴെ തന്നെ എക്സിൻ്റെ വേരിയബിൾസ് എക്സും 2xും എത്രയാണ് 3x അല്ലേ, 3x മൈനസ് വൈ എന്ന് കിട്ടി അല്ലേ, 3x എക്സ് പ്ലസ് 2x എക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അതായത് 3x പിന്നെ മൈനസ് വൈ ആണുള്ളത്. ഇത് രണ്ടും ആഡ് ചെയ്താൽ 2x പ്ലസ് വൈ പ്ലസ് 3x മൈനസ് വൈ, എക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക, 2x പ്ലസ് 3x എത്രയാണ് 5x മൈനസ് വൈ പ്ലസ് വൈ അല്ലേ, പ്ലസ് വൈ മൈനസ് വൈ അല്ലേ, പ്ലസ് വൈയും മൈനസ് വൈയും കൂട്ടിയ രണ്ടെന്താണ് ക്യാൻസൽ ആയില്ലേ, പ്ലസ് വൈയും മൈനസ് വൈ ആണ്, ഓപ്പോസിറ്റ് സൈൻസ് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം, 0 ആണല്ലേ, പ്ലസ് വൈയും മൈനസ് വൈയും 0 ആണ്. അപ്പോൾ 5x എന്ന് നമുക്ക് കിട്ടി മുകളിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും ഒക്കെ നമ്മൾ ഇതിൽ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തു. ഇനി തേർഡ് ക്വസ്റ്റ്യനും അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ലഭിക്കുന്നതിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ.